പ്രിയമുള്ളവരെ, വചനജ്വാല 1504 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 13 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ജപമാല മാസം 13-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 29-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കടവും ദാനവും. കരുണയുള്ളവൻ അയൽക്കാരനെ കടം കൊടുക്കും, അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നത് വരെ അയൽക്കാരന്റെ കൈ ചുംബിക്കുകയും അവന്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാവുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചൊലുത്തിയാലും കടം കൊടുത്തവനെ കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവനത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചതു തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്ദയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനിടയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തെക്കാൾ ലാഭകരമാണ്. ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തങ്ങളെക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യൻ അയൽക്കാരനു വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ. ജാമ്യക്കാരന്റെ കാരുണ്യം വിസ്മരിക്കരുത്. അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അത് അവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു. പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനൊത്ത് അയൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈരമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമികാവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെ എന്ന ദുഷ്കീർത്തി വരരുത്.
വീട് തെണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്. വായ്പൊത്തി നിൽക്കേണ്ടി വരും. അന്യ വീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ് നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല പരഷവാക്കുകളായിരിക്കും കേൾക്കുക. ഹേ മനുഷ്യ, വന്ന് മേശയൊരുക്കൂ, എടുത്തു വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാനിനു വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരുക. എൻ്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമർണന്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രാജാവായിരുന്ന വിശുദ്ധ എഡ്വേർഡിനെ അനുസ്മരിക്കുന്ന സുദിനമാണ്. വിവാഹിതനായിട്ടും കന്യാത്വം പാലിച്ച് ജീവിക്കാൻ കഴിഞ്ഞ എഡ്വേർഡ് രാജാവ് വിശുദ്ധിക്കെതിരായ പാപം ചെയ്യുന്നവർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്നാണ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനായ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 68ാം ചരമവാർഷികം ആചരിക്കുന്നത്. ഞങ്ങളുടെ മറ്റം ഇടവകയുടെ മുൻ വികാരിയും 26 വർഷം ചൊവ്വന്നൂർ ഇടവകയുടെ ആത്മീയ ആചാര്യനും ചൊവ്വന്നൂർ ദേശത്തിന്റെ അച്ഛൻ തമ്പുരാനും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ഊക്കനച്ചൻ. പ്രിയരെ, ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെയും രാജാവായിരുന്ന വിശുദ്ധ എഡ്വേർഡിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.